സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് വിച്ച് മീൻസ് സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. റെഡി? സാധനം വന്നല്ലോ അല്ലേ? കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് ബാക്കിലൊന്ന് ഇരുന്ന് കരയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കരയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്? പിന്നെ മ്യൂസിക് റൈറ്റ്. അപ്പോൾ ഞാൻ ഓരോന്നിനും എന്തിനാണ് നമ്മളത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ അങ്ങനെ പങ്കെടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ 3-4 ആൾക്കാർ, വിച്ച് മീൻസ് റീസൺലി ആരെങ്കിലും അങ്ങനെ ഡെത്ത്, ഫാമിലിയിൽ ആരെങ്കിലും മരണം സംഭവിച്ച അങ്ങനെ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ആൾക്കാർ, നിങ്ങൾക്ക് ട്രോമ വന്ന, സൈക്കോളജിക്കലി നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കേസ് കൈൻഡ് ഓഫ് അപസ്മാരം പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അവരും പങ്കെടുക്കാൻ പാടില്ല. ഇമോഷണലായി വൾഗറാവുന്ന ആൾക്കാരാണ്, ഇമോഷണലായി പെട്ടെന്ന് ആസ്മ വരുന്ന, ശ്വാസം മുട്ടുള്ള ആൾക്കാർ പങ്കെടുക്കാൻ പാടില്ല. ബാക്കിയുള്ളവർ ഒരേറ്റവും ബാക്കിൽ പോയി കണ്ടാൽ മതി. ബാക്കി എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രോഗ്രാമാണിത്. അപ്പോൾ വേണ്ടേ കുട്ടികളോട്, ചെറിയ കുട്ടികളും നിങ്ങൾ ജസ്റ്റ് നിന്നാൽ മതി, ഇതിൻ്റെ ഭാഗമാവണ്ട എന്ന് തന്നെ ഞാൻ പറയുന്നത്. പാരൻസും വിദ്യാർത്ഥികളും എല്ലാവരും ഇതിൻ്റെ ഭാഗമാവുക. സൈഡിൽ നിൽക്കുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റേജ് ഉള്ളിലേക്ക് കയറിക്കണം. എവരിബഡി എല്ലാവരും ഉള്ളിലേക്ക് ഇരുത്തിക്കുക. ആൻഡ് സംഘാടകർ ഇതിനെ കണക്ട് ചെയ്യുക. റൈറ്റ്? നമുക്ക് പോവല്ലേ? ഫീൽ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? അപ്പോൾ നിങ്ങൾ അതിനോ ഒരുപാട് പേര് നല്ല ഭയങ്കര തലക്കനൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് വെൻ ഐ സേ, എന്നെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കേൾക്കണം. വെൻ ഐ സേ ക്ലോസ് യുവർ ഐസ്, കണ്ണടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടയ്ക്കണം. ഓക്കെ? അത് കണ്ണടയ്ക്കലാണോ? ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുള്ള കണ്ണ് നോക്കരുത്. ക്ലോസ് യുവർ ഐസ്, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എനിക്ക് സംഘാടകരോട് പറയാനുള്ളത്, നമ്മളുടെ ബാക്കിൽ വരുന്ന ആൾക്കാരോട് ജസ്റ്റ് വന്നിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാവണം എന്ന് പറയണം. ജസ്റ്റ് സംസാരിക്കാതെ ഒന്ന് പറയണം. ഓക്കെ? ക്ലോസ് യുവർ ഐസ്. നീ വരും അങ്ങോട്ട്. യു ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കുന്ന കുറച്ചൊരു അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്നുണ്ട്. എടാ കണ്ണടയ്ക്കുന്ന പറഞ്ഞാൽ ചിലർ പരസ്പരം സംസാരിക്കും, നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കാൻ എല്ലാ പാരൻസ് അടക്കമുള്ള എല്ലാവരോടും ഞാൻ കണ്ണടയ്ക്കാൻ പറയാണ്. എവരിബഡി ആൻഡ് സിറ്റ്. കണ്ണടച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കണ്ണ് തുറന്ന് നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ കണ്ണടയ്ക്കേണ്ടത്. ആൻഡ് നിങ്ങൾ കണ്ണടയ്ക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് തൊട്ടടുത്ത് സംസാരിക്കുന്ന ഈ വൈറ്റ് ഡ്രസ്സുള്ള ഹലോ സംസാരിക്കരുത്. കോസ് റൈറ്റ്? ഏറ്റവും ബാക്കിലുള്ള വിദ്യാർത്ഥി ക്ലോസ് യുവർ ഐസ്. ഒരു സെഷനിലേക്കാണ് പോകുന്നത്.
പാരൻസ് ഫോൺ സൈലൻ്റ് ആക്കണം. ബാക്കിലുള്ളവരോട് ഇനി ഞാൻ ഒന്നും പറയില്ല. റൈറ്റ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ജീവിതത്തിൽ പാരൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ണടച്ച കണ്ണിൻ്റെ മുകളിൽ കൈവെക്കുക. എവരിബഡി കണ്ണടച്ച കണ്ണിൻ്റെ മുകളിൽ കൈവെക്കുക. എവരിബഡി കൺപോളിന് മുകളിൽ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്യുക. നൗ ഇറ്റ്സ് ഡാർക്ക്. ഇതിപ്പോൾ നേരത്തേനേക്കാളും കുറച്ച് കറുപ്പായിട്ട് കണ്ണട വെച്ചവർ കണ്ണട ഊരി വെച്ച് ജസ്റ്റ് ലൈക്ക് കണ്ണിൻ്റെ മുകളിൽ കൈവെക്കുക. നൗ ഇറ്റ്സ് ഡാർക്ക്. റൈറ്റ്. ഇപ്പോൾ അത് കുറച്ച് കറുപ്പുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണ് തുറന്ന് നിൽക്കണ്ട. ക്ലോസ് യുവർ ഐസ്. ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ്. യാ. ഹാള് ഫുള്ളായതിന് ശേഷം വളണ്ടിയേഴ്സിനോട് പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റർ ചെയ്താൽ മതി, ഒരു സമയം കഴിഞ്ഞ് എൻ്റർ ചെയ്താൽ മതി. ആൻഡ് യാ, വരുന്നവരോട് ആദ്യമേ ഇൻസ്ട്രക്ഷൻ പറയാം. ഓൾ ഓഫ് യു ഇനി ക്ലോസ് യുവർ ഐസ് എന്നുള്ള കുറച്ച് നേരത്തേക്ക്. ആരുടെ ഫോണൊക്കെ ഓണായി കിടക്കുന്നുണ്ടല്ലോ, ആരുടെ ഫോൺ ഓണായി കിടക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്പയർ ആയ, ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത, ജീവിതത്തിൽ ഇവരില്ലെങ്കിൽ നമ്മൾക്ക് എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആവില്ല എന്ന് പറയുന്ന 5 പേഴ്സണാലിറ്റീസിനെ നിങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അവരുടെ ചിത്രം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഐ എം സെയിങ് ക്ലോസ് യുവർ ഐസ്. ഇത് ലൈവ് പോണ പ്രോഗ്രാമാണ്. നിങ്ങൾ കണ്ണ് തുറന്നാൽ ആ വീഡിയോ പുറത്തേക്ക് പോകും. ദാറ്റ്സ് വൈ ക്ലോസ് യുവർ ഐസ്. ആഷിഫ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വോളണ്ടിയേഴ്സ് ഒന്ന് ഇതിൻ്റെ വരുന്നവരുടെ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് പറയുക. റൈറ്റ്. ഇൻ യുവർ ലൈഫ് ഏറ്റവും പ്രധാനപ്പെട്ട 5 പേഴ്സണാലിറ്റികൾ. എനിക്ക് എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ അച്ഛൻ്റെ ചിത്രം മുന്നിലൂടെ പോകേണ്ടതാണ്. നിങ്ങളെ ഉൾക്കാഴ്ചയിലേക്ക് ഏറ്റവും മനോഹരമായ ചിത്രം എൻ്റെ വല്യച്ഛനാണെങ്കിൽ വല്യച്ഛൻ്റെ ചിത്രം ഉള്ളോട്ട് പോകേണ്ടതാണ്. നിങ്ങളെ അനിയൻ്റെ ചിത്രമാണ് ഏറ്റവും മനോഹരമെങ്കിൽ അത് നിങ്ങൾക്ക് അതിലേക്ക് പോവാം. മേ ബി ദ ലയണൽ മെസ്സി ആളുടെ ചിത്രമാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ അതിലേക്ക് വരാം. അതിനേക്കാട്ടിയൊക്കെ മുകളിലുള്ള പ്രിയപ്പെട്ട അമ്മയുടെ ചിത്രമാണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾ ഉൾക്കാഴ്ചയിലേക്ക് അമ്മയുടെ ചിത്രം പോവാം. കണ്ണിൻ്റെ മുകളിൽ കൈവെക്കേണ്ട. ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, റിക്വസ്റ്റിംഗ് ടു യു ഓൾസോ. കണ്ണിന് മുകളിൽ കണ്ണ് വെക്കുക. കണ്ണടച്ച് നിൽക്കാൻ പറ്റുവാണെങ്കിൽ കണ്ണടച്ച് നിൽക്കുക. ആൻഡ് റൈറ്റ്. പാരൻസ് ക്ലോസ് യുവർ ഐസ്. ഇത് കുട്ടികൾക്കുള്ള പ്രോഗ്രാം മാത്രമല്ല, നിങ്ങൾക്കുള്ള പ്രോഗ്രാമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയെങ്കിൽ അനിയത്തിൻ്റെ ചിത്രം പോകട്ടെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എൻ്റെ ഭർത്താവെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ചിത്രം പോകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ മക്കളെങ്കിൽ മക്കളുടെ ചിത്രം പോകട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ ചിത്രം പോകട്ടെ. ക്ലോസ് യുവർ ഐസ്. ഓൾ ഓഫ് ലാസ്റ്റ് വന്നു. ക്ലോസ് യുവർ ഐസ്. കണ്ണിന് മുകളിൽ കൈവെക്കുക. ക്ലോസ് യുവർ ഐസ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാരാ എന്ന് ചോദിച്ചാൽ എടുത്തു പറയുന്നൊരു മുഖമുണ്ട്. ഉൾക്കാഴ്ചയിലേക്ക് ആ മുഖം വരട്ടെ. ആ മുഖം വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും അവരോടൊന്ന് പുഞ്ചിരിക്കുക. ഉൾക്കാഴ്ചയിൽ പുഞ്ചിരിക്കുക. ഉൾക്കാഴ്ചയിൽ പുഞ്ചിരിക്കുക. അതാരാണ് എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങളാണ്.
ആ ചിത്രത്തിൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ചിലപ്പോൾ അതിലേക്ക് വന്നേക്കാം. ഏറ്റവും പിറകിൽ വന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ക്ലോസ് യുവർ ഐസ്. ലാസ്റ്റ് വന്ന് കണ്ണടച്ചിരിക്കുക. ബെസ്റ്റ് ഫ്രണ്ട് വന്നേക്കാം. ഓപ്പൺ യുവർ ഐസ്. ഞാനിപ്പോൾ കണ്ണ് തുറക്കാൻ പറയുന്നത്, നമ്മൾ തുടങ്ങിയതിനേക്കാൾ ഒരുപാട് പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഈ വന്നവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്ക് ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും പിറകിൽ വന്ന ആ റെഡ് ഡ്രസ്സിട്ട് കണ്ണിട്ടിട്ട് ഇപ്പോൾ തൊട്ടടുത്ത കുട്ടിയോട് സംസാരിച്ചവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ അടക്കം ഈ ഫ്രണ്ടിലുള്ള കുറച്ച് മുമ്പ് ഞാൻ അവൻ്റെ മനസ്സ് തുറന്നിരുന്നു. അപ്പോൾ അവനടക്കം കുറച്ച് പേരെല്ലാവരും നിങ്ങൾ ഫീൽ ചെയ്യേണ്ട ആ പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പാരൻസിന് പുറത്തേക്ക് പോകേണ്ടി വരും. കാരണം കുട്ടികളുള്ള സമയത്ത് സ്റ്റേജിൻ്റെ ഒരു പരിമിതി കൊണ്ട്, സദസ്സിൻ്റെ പരിമിതി കൊണ്ട് കുട്ടികളെ മാത്രം ആക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ് സംഘാടകർ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ജസ്റ്റ് കട്ട് ചെയ്തതാണ്. വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പുതുതായിട്ട് വന്ന വിദ്യാർത്ഥികളോട് പറയാൻ പോവുകയാണ്. ഇത് നിങ്ങളെ പ്രിയപ്പെട്ട പാരൻ്റ് ഉണ്ടെങ്കിൽ ആ പാരൻറ്റിന് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഫ്രണ്ടിന് കൊടുക്കാൻ പോകുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങളെ സുഹൃത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പോകുന്ന നന്ദി പ്രകടനമാണ്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയാണ്. അത് ജീവിതത്തിലെ പലരും ഉണ്ടാവും. റെഡിയല്ലേ? അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാവുക. ഐ റിക്വസ്റ്റിംഗ് ടു യു, ഹൃദയം കൊണ്ട് ഭാഗമാവുക. ആൻഡ് റെഡിയാണോ? സഹകരിക്കൂലേ? അപ്പോൾ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അതിന് മുമ്പ് ലാസ്റ്റ് വന്ന കുട്ടികളോട് എനിക്ക് ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആക്കണം, പിറകിലുള്ളവരൊക്കെ സൈലൻ്റ് ആക്കുക. ആൻഡ് നമ്മൾ ഹാള് കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. അടിപൊളിയുള്ള കാര്യമാണ് അതൊക്കെ. തീർത്തും പ്രോഗ്രാമിൻ്റെ സക്സസ്സും കൂടി അതാണ്. നിങ്ങളുടെ അനുമോദനം വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തത്. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഹൃദയം കൊണ്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമാവുക. ഈ പ്രോഗ്രാം ഹൃദയത്തെ കണക്ട് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും എണീറ്റ് നിൽക്കുക. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഹൃദയത്തിൻ്റെ മുകളിൽ കൈ വെക്കുക. ബാഗും എല്ലാം വെച്ച് ഹൃദയത്തിൻ്റെ മുകളിൽ വെക്കുക. ആൻഡ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തൊട്ടടുത്തുണ്ടാവും, സംസാരിക്കാൻ പാടില്ല. എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ ഹൈറ്റിലാണ് നിങ്ങളെടുത്തിട്ടുണ്ടാവുക. ആൻഡ് ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കുക. ഈ തവണ കണ്ണടയ്ക്കുന്ന സമയത്ത്
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്നേഹമുള്ള ആൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. സദസ്സിലിരിക്കുന്ന പാരൻസിനോട് ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് വിളിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക തരത്തിലൊരു ഓറ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഹിയർ നിങ്ങളെ പാരൻ്റ് തൊട്ടടുത്തുണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ പാരൻറ്റുമായിട്ട് ഹഗ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്തുള്ള ഒരുപാട് പേരെ നമുക്ക് ഇന്ന് ഹൃദയം കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറയും. അതിനു മുമ്പ് എവരിബഡി ഹൃദയം കൊണ്ടൊന്ന് കണ്ണടച്ചേക്കണേ. ഹൃദയം കൊണ്ട് കണ്ണടയ്ക്കണേ. പുറത്ത് എന്ത് സംഭവിച്ചാലും, ബാക്കിൽ ആര് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, കണ്ണടച്ച് നിൽക്കുക. കണ്ണടച്ച് നിൽക്കുക. ആൻഡ് ഹൃദയത്തിൽ കൈവച്ച്, നേരത്തെ നിങ്ങൾ കണ്ണിൻ്റെ മുകളിൽ കൈവച്ച് കുറച്ച് ചിത്രങ്ങളിലൂടെ പോയി. മേ ബി യുവർ ബ്രദർ, മേ ബി യുവർ ഫാദർ, മേ ബി യുവർ സൺ, ഡോട്ടർ, മേ ബി യുവർ നെയ്ബർ, മേ ബി യുവർ കസിൻസ്. ജീവിതത്തിൽ നമ്മളോടൊരു പുഞ്ചിരി തന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരനും കൂട്ടുകാരിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് എവരിബഡി നിങ്ങളെ കൂട്ടുകാരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പോൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് വരണം. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. മനസ്സ് ഒരാളോട് നമുക്കൊരു മനസ്സ് നിറഞ്ഞ് താങ്ക്സ് പറയാനുണ്ട്. അവരോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ഹൃദയത്തിൽ കൈവെക്കുക. ഓരോരുത്തരും ഹൃദയത്തിൽ കൈവെക്കുക. ആ കുട്ടികളോട് ഞാൻ കാണുന്നുണ്ട്, ദ ബ്രൗൺ ഷാൾ, പ്ലീസ് തൊട്ടടുത്തുള്ള സംസാരിച്ച് ചിരിക്കാൻ നമുക്ക് പിന്നീട്. ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാൻ ഞാൻ പറയും. റൈറ്റ്? ബിക്കോസ് തൊട്ടടുത്തുള്ള സുഹൃത്തിനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ആദ്യമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരാളുണ്ട്. അതൊരു വനിതയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ 15 വയസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ആ 15 വയസ്സ് എന്നുള്ളത് ഏകദേശം 5000-ലധികം ദിവസങ്ങളാണ്. ഈ 5000 ദിവസത്തിൽ ആദ്യത്തെ ദിവസമില്ലേ, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരാൾ വെൽക്കം ചെയ്തിട്ടുണ്ട്. ആ വെൽക്കം ചെയ്ത സമയത്ത് അതിൻ്റെ 2 ദിവസം മുമ്പ് പ്രിയപ്പെട്ട ഒരാൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ ലോകത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഓപ്പറേഷന് ഭാഗമായേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗമായേക്കാം. ആ വരവിൽ എൻ്റെ ജീവൻ പോയാലും ഹോസ്പിറ്റൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നിങ്ങളുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു 5000 ദിവസങ്ങൾക്ക് മുമ്പ്. കുട്ടികളെ, ആരാണ് നിങ്ങളെ വെൽക്കം ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരാളാണടാ. അതാരാന്ന് ചോദിച്ചാലേ നിങ്ങൾ 15 വയസ്സിൽ നിന്ന് ജസ്റ്റ് 5 വയസ്സിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്ക്. ജസ്റ്റ് നിങ്ങൾക്ക് 3 വയസ്സിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്ക്. 2 വയസ്സിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്ക്. പാതിരാത്രി നിങ്ങൾ ഞെട്ടി എണീക്കുമ്പോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കൈയായി വരുന്ന ഒരാളുണ്ടടാ. ആൻഡ് ഹൂസ് ദ പേഴ്സൺ? അമ്മ. പ്രിയപ്പെട്ട അമ്മയാണടാ. പ്രിയപ്പെട്ട അമ്മ. ഒരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾക്കില്ലേ ഒരു വയസ്സ് മുതൽ 5 വയസ്സ് വരെ എത്ര ചുംബനം കിട്ടിയിട്ടുണ്ടാവും അറിയോ അമ്മയുടെ അടുത്തുനിന്ന്? അതേറെക്കുറെ നോക്കുകയാണെങ്കിൽ അത് 1,00,000-ൻ്റെ അടുത്ത് ചുംബനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അടുത്ത കാലത്ത് SSLC ഫുൾ A+ വാങ്ങുമ്പോൾ പ്രിയപ്പെട്ട അമ്മക്ക് നിങ്ങൾ ചുംബനം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ നിങ്ങൾ അമ്മയോ അച്ഛനോ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രോഗ്രാമിന് പോലും ഭക്ഷണം കൊടുത്തയച്ച ആ പ്രിയപ്പെട്ട അമ്മയില്ലേ,
വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ പ്രസവത്തിന് ശേഷം നിങ്ങളെ ലോകത്തേക്ക് വെൽക്കം ചെയ്യുന്ന ആ അമ്മയില്ലേ, ആ അമ്മക്ക് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പോവാണ്. The black shawl, please close your eyes. പ്രിയപ്പെട്ട അമ്മ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും A+ കിട്ടാനുള്ള ഒരേ ഒരു കാരണം ആരാ അറിയോ? അത് അമ്മ തന്നെയാണ്, ഉമ്മ തന്നെയാണ്, മാതാവാണ്. ഈ നിമിഷം ഇല്ലേ, എത്ര തവണ അവരെ കേൾക്കാതെ നിന്നിട്ടുണ്ടാവും നമ്മള്, എത്ര തവണ അവരോട് നമ്മൾ ധിക്കരിച്ചിട്ടുണ്ടാവും. പാരൻസ്, നിങ്ങളെ അമ്മ വളർത്തിയതുപോലെ തന്നെ നിങ്ങൾ അവരെ വളർത്തിയിട്ടുണ്ടാവും. ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ വരട്ടെ, അമ്മ വരട്ടെ. ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രിയപ്പെട്ട അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചേക്കണ. സ്വന്തം അമ്മയെ പറയുന്ന സമയത്ത് ബാക്കിൽ ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യു ഗൈസ് ആർ ഔട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. കാരണം എന്താ അറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്താ അറിയോ? പ്രിയപ്പെട്ട അമ്മ നിങ്ങൾക്കുള്ളതാണ്, എൻ്റെ അച്ചീവ്മെന്റ് നിങ്ങൾക്കുള്ളതാണ്. കണ്ണടയ്ക്കുമ്പോ ചെറുപ്പത്തിൽ നമുക്ക് ചെയ്തെന്ന ഓരോ ഉപകാരങ്ങളുണ്ട്. നെഞ്ചോട് ചേർത്തി വെച്ച എല്ലാ അമ്മമാർക്കും താങ്ക് യു. എൻ്റെ ഈ ലോകത്ത് എന്നെ ഒറ്റപ്പെടുത്താത്ത പ്രിയപ്പെട്ട അമ്മക്ക് ഞാനൊരു മുത്തം കൊടുക്കാൻ പോവാണ്. ഹൃദയത്തോട് ചേർന്നിട്ട് ഒരാലിംഗനം കൊടുക്കാൻ പോവാണ്. അമ്മ താങ്ക് യു, അമ്മ താങ്ക് യു. എൻ്റെ ചെറുപ്പത്തില് എന്നെ ഒരിക്കലും വിഷമിപ്പിക്കാത്ത ആ പ്രിയപ്പെട്ട അമ്മയെ ഓർത്ത് ഓൾ ഓഫ് യു എല്ലാവരും കണ്ണടച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുക, കണ്ണടച്ചുകൊണ്ടിരിക്കുക. കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഇവിടെ ആർക്കും കണ്ണ് തുറക്കണ്ട, കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഹിയോ ആഷിഫ്, അടുത്തൊരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണ് കവികളധികം പാടിയിട്ടില്ല. ആ പേഴ്സണെ കുറിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് ആൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പോവാണ്. ഇവിടെയും ആ പേഴ്സൺ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ പേഴ്സണാണ്. നിങ്ങളെ സ്വന്തം കയ്യിലെ വാച്ചിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ഡ്രസ്സിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തം വീട്ടിലെ നിങ്ങളുടെ ടോയ്സിലേക്ക്, സൈക്കിൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ യൂസ് ചെയ്ത എല്ലാ വസ്തുവും ഒരു മനുഷ്യൻ തന്നതാണ്. ആ മനുഷ്യൻ നിങ്ങളോട് അധികം സംസാരിക്കാറില്ല, ആ മനുഷ്യൻ നിങ്ങളോട് അധികം കാണാറില്ല. വിനീതനായ എനിക്ക് ആ മനുഷ്യനെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹഗ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിക്കാട്ടിൽ ആ മനുഷ്യൻ 2 വർഷം മുമ്പ് പോയി. ഞാൻ ആ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിൻ്റെ അടുത്ത് പോയി. ഞാൻ അവിടെ നിന്നിട്ട് പറയും, എൻ്റെ ഉപ്പാനോട് പറയും, എസ്പെഷ്യലി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഗോഡ് ഓൾമൈറ്റിയോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ സ്വർഗം കൊടുക്കണേ. ഒരു കാലത്തും ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പണം തരാത്തൊരു മനുഷ്യനല്ല. എന്ന് പണം ചോദിച്ചപ്പോൾ ആ പണം തന്ന മനുഷ്യനാണ്. എനിക്കെല്ലാ പെരുന്നാളിനും വസ്ത്രമെടുത്ത മനുഷ്യനാണ്.
എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ആലിംഗനം ചെയ്ത മനുഷ്യനാണ്. പ്രിയപ്പെട്ട അച്ഛാ, നിങ്ങളെ ഞാൻ ഇന്നൊന്ന് ആലിംഗനം ചെയ്യണമെങ്കിൽ എനിക്ക് പറ്റാറില്ല. പലരും അച്ഛനോട് ധിക്കരിച്ചവരുണ്ട്. എടാ, നിങ്ങൾ ദരിദ്രരാവാതിരിക്കാതിനുള്ള കാരണം ആരാ അറിയോ? അച്ഛൻ്റെ അധ്വാനമാണ്. നിങ്ങൾ ഇന്ന് പോലെ അഭിമാനിക്കാനുള്ള കാരണം എന്താ അറിയോ? അത് അച്ഛനാണടാ. ഏറ്റവും മനോഹരമായ സ്കൂളിൽ നിങ്ങൾ പഠിക്കാനുള്ള കാരണം എന്താ അറിയോ? അത് അച്ഛനാണടാ, ഉപ്പയാണടാ. യുവർ ഫാദർ. പ്രിയപ്പെട്ട ഉപ്പ, താങ്ക് യു. എൻ്റെ ഈ ലോകത്തേക്ക് എന്നെ ആരാധിക്കുന്ന രീതിയിലേക്ക് മാറ്റിയതില് നിങ്ങളെ മുന്നിൽ വന്ന് കെട്ടിപ്പിടിച്ചൊരു താങ്ക്സ് പറയുമ്പോ അത് ഫോർമാലിറ്റി ആയിപ്പോ. ഓരോരുത്തരും പ്രിയപ്പെട്ട അച്ഛന്മാർ നിങ്ങളൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളെ ഓരോ ഉപ്പമാരും അച്ഛന്മാരും നിങ്ങളെ അവരുടെ ചോര നീരാക്കി തന്നതായിരുന്നു നിങ്ങളെ ജീവിതം. നിങ്ങളെ നെഞ്ചിൻ്റെ ഉള്ളില് ഹൃദയം കൊണ്ട് ആ കൂട്ടുകൂടി ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യനോട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. പ്രിയപ്പെട്ട അച്ഛാ, താങ്ക് യു. ഈ ലോകത്ത് എന്നെ മനോഹരമായി വളർത്തിയതില് ലോകത്താരോടും നിങ്ങൾക്ക് താങ്ക്സ് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അച്ഛനോട് പറയണം എന്നാ ഞാൻ പറയാ. കാരണം എന്താ അറിയോ? ഇന്നലെ പോലും ഭക്ഷണം കഴിച്ചത് ആ മനുഷ്യന്റെ പണമാണ്. ആ പണം വന്നത് എന്തുകൊണ്ടറിയോ? ഈ നിമിഷം അവർ അധ്വാനിക്കുന്നത് നിങ്ങളെ കല്യാണമോ നിങ്ങളെ തുടർ എഡ്യൂക്കേഷനോ ആണ്. ഈ നിമിഷം ഹൃദയം കൊണ്ടൊരു ആലിംഗനം ചെയ്തേക്കണേ. പലപ്പോഴും ആ മനുഷ്യനുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ആ മനുഷ്യനോട് അറിയാതെ തർക്കുത്തരം പറഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യന്റെ അധ്വാനം നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾ ഓരോ വസ്ത്രവും ആ മനുഷ്യന്റെ ജോലിന്റെ ഭാഗമാണ്. അച്ഛനില്ലെങ്കിൽ നമ്മൾ അനാഥരായനടാ. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ആ വീടില്ലേ, ആ മനുഷ്യന്റെ വേർപ്പാണ്. നിങ്ങൾ കിടക്കുന്ന ബെഡില്ലേ, ആ മനുഷ്യൻ്റെതാണ്. 10ാം ക്ലാസ്സിലെത്തിയിട്ട് ആർക്കെങ്കിലും അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിലേ ഹൃദയം കൊണ്ട് 1000 തവണ താങ്ക്സ് പറഞ്ഞാലും തീരൂലടാ ആ മനുഷ്യന്റെ സായുജ്യം, ആ മനുഷ്യന്റെ പുണ്യം. പ്രിയപ്പെട്ട അച്ഛാ, ഈ നിമിഷം ഹൃദയം കൊണ്ട് ഞാനൊരു താങ്ക്സ് പറയാണ്. കാരണം എന്താ അറിയോ? നിങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് അഭിമാനമുണ്ടായത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഏറ്റവും മികച്ച സ്കൂളിൽ പഠിച്ചത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ ജീവിച്ചത്. നിങ്ങളുള്ളത് കൊണ്ടാണ് എൻ്റെ നാട്ടിൽ എനിക്ക് അഭിമാനം ഉണ്ടായത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നല്ല വസ്ത്രം കിട്ടിയത്. നിങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് സ്നേഹം കിട്ടിയത്.
നിങ്ങളിലെ ഏറ്റവും ഭാഗ്യമാർ പ്രിയപ്പെട്ട അച്ഛനെ ഹഗ് ചെയ്യാൻ പറ്റുന്നത്തോളം ബന്ധമുള്ളവരാണ്. നിങ്ങളിലെ ഏറ്റവും വലിയ ഭാഗ്യമാർ സുഹൃത്തായി നിങ്ങളെ അച്ഛനെ കിട്ടുന്നവരാണ്. തീർത്തും അങ്ങനെ ഭാഗ്യന്മാരായിട്ടുണ്ടെങ്കിൽ അവരോടുള്ളൊരു കടപ്പാട് നമ്മൾ പറയേണ്ടതുണ്ട്. ആഷിഫ്, ഇനി ചിലരിടത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്തിനാ അറിയോ ഇവരൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയതല്ല നിങ്ങളെ മാർക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ അവരുണ്ടായിരുന്നടാ. എവറി സ്റ്റുഡൻസ് പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഞാൻ കണ്ണ് തുറക്കാൻ പറയുമ്പോൾ സമയത്ത് മാത്രമേ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ണ് തുറക്കാൻ പാടുള്ളൂ. ഹൃദയത്തിൽ കൈവെക്കുക, എല്ലാവരും ഹൃദയത്തിൽ കൈവെക്കുക. എവരിബഡി, ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പേഴ്സൺ ഉണ്ടാവും. ആ പേഴ്സണിൻ്റെ പേരാണടാ. അവർ വീട്ടിലെ കട്ടിലാടാ കിടക്കുന്നത്. ഒരു പക്ഷേ ആ മനുഷ്യൻ ചിലപ്പോൾ ഇന്ന് ലോകത്തുണ്ടാവില്ല. അത് മുത്തശ്ശിയാവാം, മുത്തശ്ശനാവാം, ഗ്രാൻഡ് ഫാദർ ആവാം. അവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് പറഞ്ഞ റിയൽ മോട്ടിവേഷനാണടാ നമ്മളെ ജീവിതത്തിലെ. ഒരു പക്ഷേ ഇന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ നിമിഷം ഹൃദയം കൊണ്ട് അവർക്കൊരു താങ്ക്സ് പറഞ്ഞേക്കൂ. സേ താങ്ക് യു. ഇനി കുറച്ച് പേരെയും കൂടി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടതുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ നമ്മളെ കൂടെ പിറന്ന കുറച്ച് പേരുണ്ടടാ. കൂടെ പിറന്ന പ്രിയപ്പെട്ട അനിയനുണ്ടടാ, അനിയത്തിമാരുണ്ടടാ. നമുക്ക് തല്ലാനും ചിരിക്കാനൊക്കെ പറ്റിയ ചില പേരുണ്ടടാ. പ്രിയപ്പെട്ട അനിയനോട്, പ്രിയപ്പെട്ട അനിയത്തിയോട് നമ്മളെ ജീവിതത്തിൽ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടടാ. താങ്ക് യു. ഒരു നാൾ അങ്ങനെ A+ കിട്ടി വന്നതല്ലടാ. അവരെ മുന്നിൽ നിങ്ങളെ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ കൈവച്ച് താങ്ക് യു. അനിയനോട്, അനിയത്തിയോട്, പ്രിയപ്പെട്ട വല്യമ്മയോട്, പ്രിയപ്പെട്ട വല്യച്ഛനോട്, പ്രിയപ്പെട്ട മുത്തശ്ശനോട് നമ്മളെ കടപ്പാട് നമ്മളെ അറിയിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അവരില്ലാതെ ഇത് സ്വായത്തമാവുമായിരുന്നോ? അവരില്ലാതെ നമ്മുടെ ജീവിതം പൂർണ്ണമാവുമായിരുന്നോ? ഓരോ പ്രിയപ്പെട്ട പാരൻസ് നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ അച്ചീവ്മെന്റിൽ ഒരു പങ്ക് അവരുണ്ട്. നമ്മൾ അവരുടെ ഇങ്ങനെ റെപ്രസെന്റേഷൻ ആണടാ. നിങ്ങളെ ചേച്ചി ഇല്ലടാ, നിങ്ങളെ ബ്രദർ ഇല്ലടാ. ആദ്യമായി നിങ്ങൾക്ക് തന്ന അവരില്ലേ? പ്രിയപ്പെട്ടവരോടുള്ള കടപ്പാട് ഹൃദയം കൊണ്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ. ഹൃദയം കൊണ്ട് പ്രിയപ്പെട്ട ചേച്ചിയോട്, പ്രിയപ്പെട്ട ചേട്ടനോട് ഈ നിമിഷം 10+ വാങ്ങിയ ഓരോരുത്തരും അവരോടുള്ളൊരു കടപ്പാടുണ്ടടാ. അവർ തന്ന പണം കൊണ്ട് നിങ്ങൾ ട്യൂഷന് പോയിട്ടുണ്ടാവും. അവർ തന്ന ആദ്യമായി ഫോൺ കിട്ടിയത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. അവരെ പറയാതെ നിങ്ങളുടെ 5000 ദിവസം, നിങ്ങളെ 15 വയസ്സ് പൂർണ്ണമാവൂടാ. ഒരു പക്ഷേ നിങ്ങളെ കൂടെ വന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹൃദയം കൊണ്ടൊരു താങ്ക്സ് പറഞ്ഞേക്കടാ. ഹൃദയത്തിൽ കൈവച്ച് താങ്ക് യു.
ഈ നിമിഷമില്ലേ, ചെറുപ്പത്തിൽ 3 വയസ്സുള്ള സമയത്ത് നിങ്ങളൊരു സൈക്കിള് അല്ലെങ്കിൽ 4-5 വയസ്സ് കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ടോയ് ചോദിക്കുമ്പോൾ പൈസ നോക്കാതെ വാങ്ങിത്തന്നൊക്കെ ചില ആരില്ലടാ. കുടുംബത്തിലെ ചില ആൾക്കാർ നമ്മളെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചില്ലേ? അക്ഷരങ്ങൾ പഠിപ്പിച്ചു വന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഇല്ലേ? നിങ്ങളെ കൈതാങ്ങി നിൽക്കുന്ന നിങ്ങളെ ചില മനുഷ്യരില്ലേ? താങ്ക് യു. ഹൃദയത്തെ ചേർത്ത് പിടിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിൽ കൈവച്ച് പറയാ താങ്ക് യു. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അത് വല്ലാത്ത നന്ദി എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. നാവ് കൊണ്ട് പറയൂ താങ്ക് യു. നാവ് കൊണ്ട് നിങ്ങൾ പറയൂ, ഉള്ളിലല്ല, താങ്ക് യു. ഇനി കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. കുട്ടികളായാലും പാരൻസ് ആയാലും എവരിബഡി, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അവസാനമായി ഒന്ന് എണീറ്റ് നിൽക്കുക. കണ്ണടച്ചുകൊണ്ട് തന്നെ എണീറ്റ് നിൽക്കുക. അവസാനമായി എന്നിട്ട് തൊട്ടടുത്ത് അച്ഛനുണ്ടെങ്കിൽ, തൊട്ടടുത്ത് അമ്മയുണ്ടെങ്കിൽ അവരെ കൈപിടിക്കുക. തൊട്ടടുത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, ആരാണോ തൊട്ടടുത്തുള്ളത് നിങ്ങൾക്ക് കംഫർട്ടായ ആൾക്കാരുടെ കൈപിടിക്കുക. എവരിബഡി തൊട്ടടുത്തുള്ള അവർ കൈപിടിക്കുക. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ പോവാണ്. എടാ, നമ്മളെ നോക്കി പരിഹസിച്ച കുറച്ച് പേരുണ്ടായിരുന്നടാ. നമ്മൾ എവിടെ എത്തില്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നടാ. നമ്മളെ കുറ്റം പറഞ്ഞവരുണ്ടായിരുന്നടാ. നീ പഠിക്കുന്ന കുട്ടിയാണോ എന്ന് വിചാരിച്ച് നിങ്ങളെ വേണ്ടപ്പെട്ടവരെന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡീമോട്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നടാ. ഈ റിസൾട്ട് വരുന്നവരെ നിങ്ങൾക്ക് പോലും അത്രത്തോളം ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ പിറകോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നടാ. ആ യാത്രയിലില്ലേ, ചെറുപ്പത്തിൽ കളറൊന്നും കുറഞ്ഞതിൻ്റെ പേരിൽ കറുത്തുപോയി എന്ന് പോയി വിഷമിച്ചവരുണ്ടടാ. സാമ്പത്തികമായിട്ടില്ലേ, ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രാമിന്, ഈവൻ കല്യാണത്തിന് പോലും പുതിയ വസ്ത്രമില്ലാത്ത പോവാത്ത ആയി പോയവരുണ്ടടാ. പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ നമ്മളെ തയഞ്ഞ സമയമുണ്ടടാ. സാമ്പത്തിക കോണിൽ നമ്മളെ മാറ്റി നിർത്തിയവരുണ്ടടാ. കളിയാക്കിയ ഒരുപാട് പേരോട് ഞാനിവിടെ ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ലയണൽ മെസ്സിയോ സ്റ്റോറി പറയണ്ട, അവർ മഹാരഥന്മാരാണ്. കഴിഞ്ഞ 15 വർഷമായി നിങ്ങൾ ജീവിച്ച യാത്രയില് നിങ്ങളെ മോട്ടിവേഷൻ ആരായിരുന്നു അറിയോ? നിങ്ങളെ അച്ഛനായിരുന്നടാ, നിങ്ങളെ അമ്മയായിരുന്നടാ. പ്രിയപ്പെട്ട അച്ഛനോട്, പ്രിയപ്പെട്ട അമ്മയോട്, പ്രിയപ്പെട്ട ജ്യേഷ്ഠനോട് ആ കുറ്റം പറഞ്ഞ സമയത്ത്, തല താഴ്ത്തിയ സമയത്ത്, നിങ്ങളിലെ മോട്ടിവേഷൻ കുറഞ്ഞ സമയത്ത് നിങ്ങൾ ആർജിച്ചെടുത്തൊരു കഴിവില്ലടാ. അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടാതെ പോയ സമയമില്ലായിരുന്നോടാ. നിങ്ങളെ നിറത്തെ ചൊല്ലി നിങ്ങളെ മാറ്റി നിർത്തിയില്ലടാ. ചില സമയങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ടില്ലടാ. ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് കരഞ്ഞില്ലേ ഒരു റൂമിൽ വെച്ച്. ചില സമയങ്ങളിൽ കളിയാക്കിയവര് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയി പോയടാ. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലുള്ള എല്ലാവരോടും കണ്ണടയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഈ സദസ്സിലുള്ള എല്ലാവരോടും കണ്ണടയ്ക്കുക. ഒരു കളിയാക്കലിനും ഒരു പരിഹാസത്തിനും വീണ് കൊടുക്കാതെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വാരിക്കൂട്ടിയവരല്ലേ?
അതുകൊണ്ട് തന്നെ ഈ നിമിഷമില്ലേ, ഒരാളോട് നിങ്ങൾ നന്ദി പറയണം. ഒരാളോട്. അതാരാ അറിയോ? ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും തളരാതെ നല്ല മാർക്ക് വാങ്ങിയ നിങ്ങളെ തന്നെടാ. നിങ്ങളോട് തന്നെ സേ താങ്ക് യു. കാരണം എന്താ അറിയോ? നിങ്ങൾ നിങ്ങളിൽ ഒരു പ്രതീക്ഷ വെച്ചു. അതോടൊപ്പം തന്നെ ഈ നിമിഷം പറ്റുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർ തൊട്ടടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് തൊട്ടടുത്തുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് അടുത്തു പോയി ഹഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോ ആൻഡ് ഹഗ്. തൊട്ടടുത്തുള്ള പാരന്റിനോ പ്ലീസ് ഹഗ്. അല്ലെങ്കിൽ ഫ്രണ്ടിനാണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരെ ഹഗ് ചെയ്യുക. ഹഗ് ചെയ്യണം, ഒന്ന് കെട്ടിപ്പിടിക്കണം തൊട്ടടുത്തുള്ള ആളെ. കംഫർട്ട് ആണെങ്കിൽ നമുക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് എൻ്റെ മുൻഭാഗങ്ങളിൽ ഞാൻ കാണുന്നത്. കണ്ണുനീരണിഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന പാരൻസിനെ ഞാൻ കാണുന്നുണ്ട്. ജീവിതത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ ഒരു 20 സെക്കൻഡ് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിഷമാണടാ. എനിക്ക് പറ്റില്ല. കാരണം 2 വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പോയി. എൻ്റെ ഉപ്പ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. ഗവൺമെന്റ് ജോലി കിട്ടി, കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ആൻഡ് എനിക്ക് സൂരജേട്ടൻ്റെ കഥ അറിയാം. കാരണം ജീവിതത്തിൽ നമ്മളെ പാരൻ്റൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ കിട്ടുന്ന സമയങ്ങളിൽ ഹൃദയം കൊണ്ട് ചേർത്തേക്കണടാ. അത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ ആണടാ, നേട്ടമാണടാ. ആ കുട്ടികൾ തമ്മിൽ 2 മിനിറ്റായി ഹക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ പ്രിയപ്പെട്ട അമ്മയെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലുതാണടാ. ചേർത്ത് പിടിക്കാൻ മനുഷ്യനുണ്ടെങ്കിൽ ഒരു മനുഷ്യനും തോൽക്കില്ലടാ. ചേർത്ത് പിടിക്കണടാ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് കണ്ടത്. ആഷിഫ്, ആൻഡ് ആ അമ്മയോട് ചെവിയിൽ ഒരു താങ്ക്സ് പറയടാ. താങ്ക് യു. ആ അച്ഛനോടൊരു താങ്ക്സ് പറയടാ.
ഫോർമാലിറ്റി അല്ലടാ, ഹൃദയത്തിനുള്ളിൽ സ്നേഹം പ്രകടിപ്പിക്കണടാ, വെറുതെ കരയുന്നതല്ല. ഇതെല്ലാം ജീവിതത്തിൽ പലതവണ റിപ്പീറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഒരു തവണയെങ്കിലും ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ സിദ്ധ എല്ലാവരും ഇരിക്കുക. ആൻഡ് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. കുട്ടികളോട് മാത്രം പറയേണ്ട അവസാനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് പാരൻസിനെ ജസ്റ്റ് ഒന്ന്, കുട്ടികൾക്ക് ഇരിക്കാനുള്ള കുറച്ച് കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട്, കുറച്ച് പാരൻസ് മാറി തൊട്ടടുത്തേക്ക് പോവുക. കുട്ടികൾ ചേർന്നിരിക്കാൻ വേണ്ടി പറയുകയാണ്. ആൻഡ് അത്രത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് ഈ സ്റ്റേജിൽ. അതുകൊണ്ട് പാരൻസ് എല്ലാവരും ഒന്ന് മാറി, കുട്ടികൾ കുറച്ച് പേര് നിൽക്കുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഫില്ല് ചെയ്യുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവർക്കുള്ളൊരു അപ്രിസിയേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പാരൻസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ബിക്കോസ് നിങ്ങൾക്ക് കുറച്ച് പുറത്തൊക്കെ പോവാം, ഒന്ന് ഇതിൻ്റെ ഭാഗമാവാം. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് സെഷൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ കംഫർട്ടായിട്ട് അവർക്ക് ക്ലാസ് കേൾക്കാനും ഒരുപാട് കുട്ടികൾ അവിടെ നിൽക്കുന്നത് കൊണ്ടും പാരൻസിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ കുറച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങി ഒന്ന് റിലാക്സായി, പുറത്ത് നിങ്ങൾക്ക് ചെയറുകളുണ്ട്, താഴത്തേക്ക് പോവാം. അപ്പോൾ പാരൻസ്, അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് നേരത്തേക്ക് എല്ലാ പാരൻസിനോടും കേട്ടോ. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പാരൻസ് പുറത്തേക്ക് പോകുന്ന സമയത്തുള്ള ആ സീറ്റിൽ കുട്ടികൾ ഫില്ല് ചെയ്ത് ഇരിക്കേണ്ടതാണ്. എക്സ്പെഷ്യലി ഫ്രണ്ടിലൊക്കെ ഒരുപാട് സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ പാരൻസ് കുറച്ച് നേരത്തെ പുറത്തൊക്കെ ഒന്ന് പോയി വരാം നിങ്ങൾക്ക്. കാരണം ഇവിടെ കുറച്ച് ട്രാഫിക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം മനോഹരമായി അവരിരുന്ന്, അവർക്കാണല്ലോ നമ്മളിതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കംഫർട്ടിന് ശേഷം പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കും നമുക്കതിൻ്റെ ഭാഗമാവാം. അപ്പം എല്ലാ പാരൻസിനോടും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളൊന്ന് കുറച്ച് പേരൊന്ന് പുറത്തു പോവുക. കുറച്ചൊന്നല്ല, എല്ലാ പാരൻസിനോടും റിക്വസ്റ്റ്. കുറച്ച് പേർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, അത് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് അല്ലാത്ത എല്ലാവരും, ഇന്നിവിടെ അനുമോദനം ലഭിക്കുന്ന അല്ലാത്ത എല്ലാ ആൾക്കാരും പോകേണ്ടതാണ്. എസ്പെഷ്യലി എൽഡറായി വന്നവരൊക്കെ ഉണ്ടാവും. എൽഡർ ആൻഡ് യങ്ങർ ആയിട്ടുള്ള ആ വിദ്യാർത്ഥികൾ മാത്രം ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടെ സീറ്റ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഫ്രണ്ടിൽ ഒരുപാട് സീറ്റുകളുണ്ട്, അതിൽ ഫില്ല് ചെയ്തിരിക്കുക. മാക്സിമം ഫ്രണ്ടിലെ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്തിരിക്കുക. പിറകിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് ഫ്രണ്ടിലേക്ക് സീറ്റ് ഫില്ല് ചെയ്തിരിക്കുക.
കുട്ടികളൊപ്പം വന്ന മുതിർന്നവരായ ആൾക്കാരും അവരുടെ സിസ്റ്റർ ഓർ ബ്രദർ അവരും ഒന്ന് മാറി നമ്മളെ സുഗമമായ നടത്തിപ്പിന് എക്സ്പെഷ്യലി വിദ്യാർത്ഥികൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന പാരൻസും കുറച്ചൊന്ന് പുറത്തു പോയി റിലാക്സ് ചെയ്ത് വരാം, കാരണം അവിടെയൊക്കെ ട്രാഫിക് വരുന്നുണ്ട്. അത്രയും കുട്ടികൾ ഉച്ച വരെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് തീർത്തും ഇവിടെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്കുള്ള സീറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കുള്ള പരിഗണന എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം അവർക്കാണല്ലോ അനുമോദനങ്ങൾ കൊടുക്കേണ്ടത്, അവരാണല്ലോ വളരേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ പാരൻസും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാമിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ കുട്ടികളും ഇരുന്നെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ ഇവിടെ സീറ്റ് ഫ്രണ്ടിൽ ഒരുപാട് സീറ്റുകൾ ഫുള്ളായിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ സീറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടേക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് ഫിൽ ചെയ്തിരിക്കാം.
ഞാൻ ചാറ്റൊക്കെ കണ്ടു, മോശമായ ചാറ്റൊന്നുമില്ല, പക്ഷെ ഭയങ്കര മോട്ടിവേഷനായ കാര്യങ്ങളാണ്. മറ്റെങ്ങനത്തെ ഡയലോഗ്, ഞാനുണ്ടറാ നിൻ്റെ കൂടെ എന്നൊക്കെ ഉള്ള ഡയലോഗ്. ഈ ഡയലോഗൊക്കെ 13 വയസ്സുകാരൻ എങ്ങനെ പറയുന്നു വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫിലിംസൊക്കെ ആയിരിക്കാം മേ ബി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 8-ാം വയസ്സാണെങ്കിൽ 9ഉം 10ഉള്ള കാര്യം എങ്ങനെ ഉണ്ടാവും? അതിനേക്കാളൊക്കെ വലിയ റിലേഷൻഷിപ്പാണ്, സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്, അങ്ങനെ പല നെയിമിലൊക്കെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇവരെന്ത് പറഞ്ഞാലും ഇവരെല്ലാം മാറ്റി നിർത്തിയാലും ജീവിതത്തിൽ ഒരിക്കലും ചതിക്കാതെ കൂടെ ഉണ്ടാവുന്ന ഒരാളുടെ പേരാണ് എന്ത്? ബെസ്റ്റ് ഫ്രണ്ട്. യെസ് ഓർ നോ? എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നവരൊന്ന് കൈവന്തിച്ചാ. നമ്മളെ കൂടെ കൂടുന്ന ഒരു അസറ്റാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ട്രിബ്യൂട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം എന്താ അറിയടാ, ഇന്ന് നിങ്ങൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങാതെ മേ ബി നിങ്ങൾ ഇൻട്രോവേർട്ടായി പോവുമായിരുന്ന നിങ്ങൾ എക്സ്ട്രവേർട്ടായ അല്ലെങ്കിൽ ഒരു ആംബിവേർട്ടെങ്കിലും ആയി മാറിയ നിങ്ങൾ യഥാർത്ഥ കാരണം ആരറിയോ? നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ദാറ്റ്സ് വൈ എവറിബഡി, എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. അവർക്ക് നമുക്കൊരു താങ്ക്സ്. ക്ലോസ് യുവർ ഐസ്, കണ്ണടയ്ക്കുക. എന്നിട്ട് ക്ലോസ് യുവർ ഐസ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാ. കണ്ണടയ്ക്കാറ ചിലവിലിങ്ങനെ കണ്ണ് തുറന്നു നോക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റൈറ്റ്. ദ ലാസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ആദ്യമായി കേട്ട ഒരു സുഹൃത്തുണ്ടാവും, നിങ്ങളെ തോളോട് തോൾ ചേർത്ത് നിന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾ ആദ്യമായി ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ച അല്ലെങ്കിൽ നിങ്ങളൊപ്പം ഫുട്ബോൾ കളിക്കുന്ന ഒരു സുഹൃത്തുണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞൊരു സുഹൃത്തുണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളെ 10A+ കിട്ടിയ സമയത്തും നിങ്ങളെ പിറകിൽ മോട്ടിവേറ്റ് ചെയ്താ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടാവും നിങ്ങൾക്ക്. തൊട്ടടുത്ത് ആ സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ കൈ ഒന്ന് ഹോൾഡ് ചെയ്യുക, കൈ പിടിക്കുക നിങ്ങൾ. കാരണം ഈ പ്രോഗ്രാമിന് പോലും വന്നത് ആ സുഹൃത്തിൻ്റെ ഒപ്പമാണ് പലരും. ഒരു പക്ഷേ പേരൻറ്റിനോട് പോലും പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ആ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും. ആ സുഹൃത്ത് നല്ല ഒരാളായതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കും A+ കിട്ടാനുള്ള ഒരു കാരണം. നല്ല സുഹൃത്തിനെ നിങ്ങൾ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷമില്ലേ, ആരും കേൾക്കാത്ത നിങ്ങളെ, ഒറ്റപ്പെട്ടു പോയ നിങ്ങളെ ആ സുഹൃത്താണടാ ജീവിതത്തിൽ നല്ലൊരു പ്രകാശം തന്നത്. ഈ നിമിഷമില്ലേ, ആ പ്രിയപ്പെട്ട സുഹൃത്തിനോടൊരു താങ്ക്സ് പറയേണ്ടതുണ്ടടാ നമ്മൾ. ഏറ്റവും നല്ല സുഹൃത്ത്. നിങ്ങൾ ഡ്രഗിലേക്കൊന്നും പോവാത്തതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങളെ സുഹൃത്ത് ഡ്രഗ് ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ടാണ്, നല്ല സുഹൃത്തായത് കൊണ്ടാണടാ. കണ്ണടയ്ക്കണം. ജീവിതത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ ഓരോ സുഹൃത്തുക്കൾക്കുമില്ലേ, നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയില്ലേ, നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ വരുന്നില്ലേ, അയാൾക്കൂടി ചില പങ്കുണ്ടടാ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തില്ലേ അടിപൊളിയാക്കിയത്. അവൻ്റെ ഒപ്പമുള്ള യാത്രയാണടാ, അവൻ്റെ ഒപ്പമുള്ള തമാശയാണടാ, വാട്സപ്പ് ഗ്രൂപ്പിലെ ചില മെസ്സേജാണടാ, അവൻ്റെ കോളുകളാണടാ. ഈ നിമിഷമില്ലേ, ആ ബെസ്റ്റ് ഫ്രണ്ടായ നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന, നിങ്ങളെ നാട്ടിലുള്ള, ഒരുമിച്ച് ഒരുപാട് തവണ സംസാരിച്ച, നിങ്ങളെ കൺഫേർട്ട് ആക്കിയ എല്ലാ സുഹൃത്തുക്കളോടും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണടാ. ആൻഡ് ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഇല്ലേൽ വരാൻ പോണ കാര്യം എന്താ അറിയോ? നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും. അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെടാത്തതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങളറിയാതെ നിങ്ങളെ കൂടെ കൂടിയവരാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യന്മാരെന്താ അറിയോ? ബെസ്റ്റ് ഫ്രണ്ട്സിന് ഒരുപോലെ ഈ പ്രോഗ്രാമിന് വരാൻ പറ്റി എന്നുള്ളതാ, ഒരുപോലെ അച്ചീവ് ചെയ്തു എന്നുള്ളതാ.
ദിസ് ടൈം താങ്ക് യു നമ്മളെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, ഓരോ സുഹൃത്തുക്കൾക്കും നമ്മളൊരു കൃതജ്ഞത കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ചിരിക്കുന്നവർക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സോങ്ങിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ അപാരമായ കുറച്ച് സാധ്യതകളിലൂടെ ചിന്തിക്കാൻ പറ്റും ഈ സോങ്ങിനെ നമുക്ക്. Every friends, you deserve our gratitude. കൈവച്ച് നിങ്ങൾ ലയണൽ മെസ്സി കോപ്പ അമേരിക്ക ഫസ്റ്റ് ട്രോഫി നേടിയ സമയത്ത് ആദ്യം വിളിക്കുന്ന ആരറിയോ? തൻ്റെ ടീമിലുള്ള ആളല്ല, ലൂയിസ് സുവാരസിനെയാ. ലൂയിസ് സുവാരസ് ആരാ അറിയോ? ലയണൽ മെസ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അർജന്റീനയിലെ ഒരു പ്ലെയർ അല്ല വിജയിച്ച്. അതെന്താ അറിയോ? സൗഹൃദത്തിൻ്റെ വല്ലാത്തൊരു പ്രത്യേകതയാണടാ അത്. സൗഹൃദത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. ആ സുഹൃത്തുക്കളെ കൂടി നിങ്ങളെ സ്വപ്നം പൂവണിയട്ടെ. ഇന്ന് SSLCയുടെ വിജയം ആഘോഷിക്കുന്ന, അനുമോദനങ്ങൾ ലഭിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നാളെ മികച്ച സൗഹൃദത്തിലൂടെയും മികച്ച പഠനത്തിലൂടെയും ലോകത്ത് വലിയ വലിയ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കട്ടെ. ലയണൽ മെസ്സി തൻ്റെ സുഹൃത്തായ ലൂയിസ് സുവാരസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ അഭിമാന മുഹൂർത്തത്തിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ ചേർത്ത് വെക്കാൻ പറ്റട്ടെ. ഫ്രണ്ടിനെ പറയുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരുപാട് കരയുന്ന മുഖങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സുഹൃത്തുക്കൾ നിങ്ങളുണ്ടെങ്കിൽ യു ആർ എ ലക്കിയസ്റ്റ് പേഴ്സൺ. ആൻഡ് ഈ പ്രോഗ്രാം സൗഹൃദം കൊണ്ട് മനോഹരമാവട്ടെ. ഒരുപാട് കുരുന്നുകൾ ഈ ഇന്ത്യയുടെ എസ്പെഷ്യലി കേരളത്തിൻ്റെ അഭിമാനമായി മാറട്ടെ. ലോകത്തിൻ്റെ അഭിമാനമായി മാറുമ്പോൾ നിങ്ങളെ കുടുംബവും നിങ്ങളെ സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കട്ടെ. ആൻഡ് ഹിയർ പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. എവരിബഡി സ്റ്റാൻഡ് അപ്പ്. Right. And please one clap. 3, 2, 1 clap. One clap. I'm say one clap. 3, 2, 1 1 3, 2, 1 3, 2, 1. Thank you. Here ബാലുശ്ശേരിയുടെ സ്വപ്നങ്ങൾ ചിറകേകാൻ അനുമോദനം ദ ഫെലിസിറ്റേഷൻ ക്യാമ്പ് SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ എസ്പെഷ്യലി പ്രിയപ്പെട്ട സൂരജേട്ടൻ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും യൂത്തായ ഈ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ MLA എടുത്തു പറയണമെങ്കിൽ ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന, എസ്പെഷ്യലി ഈ നാടിലെ ഓരോ യുവാക്കൾക്കും നാളെ മാതൃകയാവാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പ്രചോദനമാവുന്ന ഒരു മനുഷ്യൻ, ഒരുപക്ഷെ സാധാരണക്കാർക്ക് തൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്ന ഒരു മനുഷ്യൻ തന്നെ നിങ്ങളെ പോയ കുരുന്നുകൾക്ക് ഇതുപോലെ മോട്ടിവേഷൻ തരാനുള്ള പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു സൂരജേട്ടാ. ഇത്രയുള്ള കുട്ടികളെ ഈ രീതിയിലേക്ക് ഏറ്റെടുത്ത ഇതിന് പിറകിൽ ഓരോരുത്തർക്കും, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഹായ്.